നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, പഞ്ചാക്ഷര മഹാത്മ്യം. നമഃശിവായ മന്ത്രത്തിൻ്റെ മഹത്വം കുട്ടികൾക്കായി പറഞ്ഞു കൊടുക്കുക. ഈ ലോകത്ത് കാണപ്പെടുന്നതെല്ലാം ശിവനാണ്. ശിവമയമാണ് ലോകമെന്ന് പറയാം. ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ മഹാദേവൻ തന്നെയാണ് ത്രിമൂർത്തികളായി സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രനും ചന്ദ്രനും കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും എല്ലാം ശിവം തന്നെയാണ്. ശങ്കരഭഗവാന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ പ്രധാനമായി ഈശ്വരവിശ്വാസം, ഭക്തി, വിനയം, ഈ 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. കർത്തവ്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധ വേണം. നാമജപം കൊണ്ട് ഭഗവാൻ വേഗത്തിൽ പ്രസാദിക്കുകയും ചെയ്യും. മന്ത്രങ്ങൾ ഉരുവിട്ടാൽ പെട്ടെന്ന് പ്രസാദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രങ്ങളിൽ ഏറ്റവും മുഖ്യം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രമാണ്. വേദജ്ഞാനികൾക്ക് മാത്രം ഓം കൂടി ചേർത്ത് നമഃശിവായ ജപിക്കുന്നതാണ്. മറ്റുള്ളവർ, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും പഞ്ചാക്ഷര മന്ത്രം ജപിക്കണം. ഈ മഹാമന്ത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു കഥ പറയാം. മധുരാപുരിയിൽ പണ്ട് ദശാർഹൻ എന്നൊരു രാജാവ് വാണിരുന്നു. അദ്ദേഹം സുന്ദരനും മധുരഭാഷിയും സകല കലാനിധിയും ധർമ്മിഷ്ഠനും ദയാനിധിയും ദാനശീലനും ആയിരുന്നു. എന്നാൽ ശത്രുക്കൾക്ക് കാലനുമായിരുന്നു. അതിസുന്ദരിയായ കലാവതി എന്ന കാശി രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഒരു ദിവസം തൻ്റെ പ്രിയയെ അരികിൽ വിളിച്ച് ഇവിടെ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കലാവതി പറഞ്ഞു, മഹാരാജൻ, ധൃതി കൂട്ടരുത്. 2 പേരുടെയും മനസ്സ് ഒരുപോലെ അന്യോന്യം അനുരക്തമായാലേ ഒരുമിച്ചിരിക്കുന്നതിൽ സുഖമുള്ളൂ. ബുദ്ധിമാനായ അങ്ങേക്ക് ഇതറിഞ്ഞുകൂടെ? അങ്ങയോട് എനിക്ക് സ്വല്പം പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ അരികിൽ വന്നിരിക്കാം. സ്നേഹം കൊണ്ട് മനസ്സിന് ചേർച്ച വരികയാണ് ആദ്യം വേണ്ടത്. അല്ലാതെ നിർബന്ധിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താൽ പുരുഷന്മാരൊക്കെ നിർബന്ധ ബുദ്ധികളാണെന്നും ക്ഷമയില്ലാത്തവരാണെന്നും സ്ത്രീകൾ തെറ്റിദ്ധരിക്കും. സൗമ്യ സംഭാഷണങ്ങൾ കൊണ്ടും ഇഷ്ടവസ്തുക്കൾ നൽകിയും ഒക്കെ സ്ത്രീകളുടെ സ്നേഹം നേടണം. എങ്കിലേ അവർക്ക് അരികിലിരുന്ന് സല്ലപിക്കാൻ താല്പര്യമുണ്ടാകൂ. കലാവതിയുടെ ഈ വക വാക്കുകളൊന്നും രാജാവ് അംഗീകരിച്ചില്ല. പകരം കാമമോഹിതനായി ഭാര്യയെ കൈപിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് അവളുടെ ദേഹം പഴുത്ത ഇരുമ്പ് പോലെ ചുട്ടുപൊള്ളുന്നു. രാജാവ് പെട്ടെന്ന് അവളെ വിട്ടകന്ന് ദൂരെ മാറിക്കൊണ്ട് ചോദിച്ചു, എന്താണിങ്ങനെ? ഭർത്താവിൻ്റെ പേടി നിറഞ്ഞ സംഭാഷണം കേട്ട് അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ ഒരിക്കൽ മഹർഷി ശ്രേഷ്ഠനായ ദുർവാസാവ് കൊട്ടാരത്തിൽ എഴുന്നള്ളി. കന്യകയായ ഞാനാണ് അദ്ദേഹത്തെ സൽക്കരിച്ചത്. എന്നിൽ പ്രീതനായി അദ്ദേഹം എനിക്ക് പഞ്ചാക്ഷര മഹാമന്ത്രം ഉപദേശിച്ചു തന്നു. അന്നു മുതൽ നിത്യവും ഞാനത് ജപിക്കുന്നു. പാപമുള്ളവർക്ക് എന്നെ തൊടാൻ പറ്റില്ല എന്നൊരു വിശേഷം ഈ മന്ത്രത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയിൽ എന്തോ പാപമുണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. രാജാക്കന്മാർ എല്ലാ ദിവസവും പാപങ്ങളിൽ ചെന്നപ്പെടുന്നത് പതിവാണ്. കുറ്റവാളികളെ മാത്രമല്ല, അറിയാതെ ചിലപ്പോൾ സാധുക്കളെയും ശിക്ഷിച്ചെന്ന് വരും. പ്രഭാവം കാട്ടി നടക്കുന്ന പല രാജാക്കന്മാരും മദ്യപാനവും ഉണ്ട്. ഈശ്വര ഭജനത്തിന് പലർക്കും നേരം കിട്ടാറില്ല. സകല പാപങ്ങളും അവരിൽ ചെന്നുകൂടും. അതിനാൽ അങ്ങ് ദയവായി ഒരു ഗുരുവിനെ ചെന്ന് കണ്ട് പഞ്ചാക്ഷര മന്ത്രം ഗ്രഹിക്കുക. അതോടെ അവിടുന്ന് സദ്ഗുണങ്ങളുടെ ഇരിപ്പിടം മാത്രമല്ല, കളങ്കരഹിതനുമാകും. കലാവതിയുടെ ഈ അപേക്ഷാപൂർണമായ വാക്കുകൾ കേട്ട് രാജാവ് വിനയത്തോടെ അവളോട് അപേക്ഷിച്ചു, പ്രിയ, മടിയാതെ പഞ്ചാക്ഷര മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരിക. വിനയത്തോടെ തന്നോട് യാചിക്കുന്ന ഭർത്താവിനോട് ദയാപൂർണമായി കലാവതി പറഞ്ഞു, ഭാര്യ ഒരിക്കലും ഭർത്താവിന് ഗുരു ആകാൻ പാടില്ല. അതുകൊണ്ട് യാദവ വംശത്തിൻ്റെ കുലഗുരുവായ ഗർഗ മഹർഷിയെ കണ്ട് അപേക്ഷിക്കുക. അദ്ദേഹത്തിൻ്റെ കാലടികളിൽ കുമ്പിടുന്നവരെ ആ മഹാനുഭാവൻ നിരാകരിക്കുകയില്ല. അദ്ദേഹം മഹാമന്ത്രമായ
പഞ്ചാക്ഷരം അങ്ങേക്ക് ഉപദേശിച്ചു തരും. സന്തുഷ്ടനായ രാജാവ് കലാവതിയെയും കൂട്ടി ഗുരുസമീപം ചെന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മഹാതാപസനായ ഗുരു, അവിടുന്ന് എന്നെ കാത്തരുളിയാലും നാട് വാഴുന്നത് കാരണം നാട്ടിലെ സകല പാപങ്ങളും എന്നിൽ വന്നു ചേരുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? ഇത് വെറും വാക്കല്ല, സത്യമാണ്. എൻ്റെ പദവിയും രാജ്യവും ഒക്കെ നിഷ്ഫലമായിരിക്കുന്നു. എന്നെ പാപമോചിതനാക്കുവാൻ അവിടുത്തേക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. മഹാമന്ത്രമായ പഞ്ചാക്ഷരം എനിക്ക് ഉപദേശിച്ചു തന്നാലും സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് അകലുന്നത് പോലെ മന്ത്രശക്തിയാൽ എൻ്റെ പാപങ്ങൾ അകലട്ടെ. ഇങ്ങനെ താണുകേണ അപേക്ഷിക്കുന്ന മഹാരാജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കുലഗുരു ഗർഗമുനി അദ്ദേഹത്തെ സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. ഗർഗമഹർഷിയോടൊപ്പം രാജാവ് കാളിന്തി നദിയിൽ ചെന്ന് സ്നാനം ചെയ്തു. മഹാദേവനെ ധ്യാനിച്ചു. അനന്തരം പഞ്ചാക്ഷര മഹാമന്ത്രം ഉപദേശിച്ചുകൊണ്ട് മഹർഷി കുറച്ചു നേരം മഹാരാജാവിൻ്റെ തലയിൽ കൈവച്ചു. അങ്ങനെ നിന്നു. അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വന്നു. രാജാവിൻ്റെ ശരീരത്തു നിന്ന് കറുപ്പ് നിറത്തിൽ കാക്കയുടെ രൂപത്തോടെ ഒരുപാട് പക്ഷികൾ പറന്ന് ചിറക് കരിഞ്ഞ് മരിച്ചു വീണു. ഇതിൻ്റെ കാരണം മഹർഷിയോട് രാജാവ് അന്വേഷിച്ചു. മഹാരാജൻ, നിൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങളാണിവ. നിനക്ക് പുണ്യസഞ്ചയം കൂടിയപ്പോൾ ദിവ്യനായി നീ പിറന്നു. പുണ്യത്തേക്കാൾ പാപം കൂടുതലായ അവസരങ്ങളിൽ നീചജന്മങ്ങൾ പലതും എടുത്തു. ഇപ്പോൾ പാപപുണ്യങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് നീ രാജാവായി ജനിച്ചു. ഇപ്പോൾ പഞ്ചാക്ഷര മന്ത്രം ഗ്രഹിച്ചതിനാൽ നിൻ്റെ പാപങ്ങൾ എല്ലാം മാറി. കഴിഞ്ഞ പല ജന്മങ്ങളിൽ നീ ചെയ്ത സ്വർണമോഷണം, മദ്യപാനം, കള്ളക്കഥകൾ പറയുക, ഗുരുപത്നിയോട് അപമര്യാദയായി പെരുമാറുക, ശിശുക്കളെ കൊല്ലുക, ക്ഷേത്രങ്ങളുടെയും എല്ലാം സ്വത്തുക്കൾ മോഷ്ടിക്കുക തുടങ്ങിയ എല്ലാ പാപങ്ങളുമാണ് ഇപ്പോൾ കാക്കയുടെ രൂപമെടുത്ത് കരിഞ്ഞ് ചാമ്പലായത്. നീ ഇപ്പോൾ പരിശുദ്ധനായി. നീ ഇനി ഭാര്യാസമേതം സസുഖം വാഴുക. പാർവതി പരമേശ്വരന്മാർ നിങ്ങൾക്ക് ഇരുവർക്കും അന്ത്യകാലത്തിൽ മുക്തി നൽകും. ഇപ്രകാരം ഗർഗമഹർഷി അരുളി ചെയ്തു. രാജാവ് കലാവതിയോടൊപ്പം മഹർഷിയുടെ പിന്നാലെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അനന്തരം മഹർഷിയെ തൊഴുത് യാത്രയാക്കി. അന്യോന്യം മനസ്സിനിണങ്ങി ആ വധൂവരന്മാർ സുഖമായി ജീവിച്ചു. കലാവതിയുടെ ശരീരത്തിന് ചന്ദ്രികയേക്കാളും തണുപ്പ് അനുഭവപ്പെട്ടു. ചന്ദനവും പനനീരും ചന്ദ്രകാന്തവും തോൽക്കുന്ന തണുപ്പ് പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹിമ. കണ്ണുകൾ ഓരോന്നിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും വഹിക്കുന്ന മുക്കണ്ണനായ ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നവർ ചന്ദ്രികയെപ്പോലെ ശീതളിമ വഹിക്കുന്നതിൽ അത്ഭുതമൊട്ടുമില്ല. സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ് പഞ്ചാക്ഷര മന്ത്രം എന്ന് ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. നമഃ ശിവായ.